ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തമിഴ്നാട്ടിലെ ഫേമസ് ആയ ആമ്പൂർ ബിരിയാണിയാണ്. അതിനു വേണ്ടി ആദ്യം നമുക്കൊരു ചില്ലി പേസ്റ്റ് റെഡിയാക്കണം. കുറച്ച് വറ്റൽമുളകും കാശ്മീരി ചില്ലിയും ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. 6 പീസ് എടുത്താൽ മതി. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം അത് അരച്ചൊരു പേസ്റ്റ് ആക്കുക. പിന്നീട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ സ്പൈസസ് ചേർക്കാം. അതിനുശേഷം അതിൻ്റെ ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് അതിലേക്ക് 2 സവാള ചേർക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചേർക്കാം. നമ്മൾ ഇതിൽ ചില്ലി പച്ചമുളക് ചേർക്കുന്നില്ല, അതിന് പകരം പേസ്റ്റാണ് ചേർക്കുന്നത്. അങ്ങനെ പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു 3 to 4 മിനിറ്റ്സ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 2 ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ നന്നായി വഴന്ന് വരണം. നമുക്ക് അതിന് വേണ്ടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 6 to 8 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കാവും. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്തതിന് ശേഷം ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കൈ നിറയെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചിക്കനൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് കുക്ക് ചെയ്യുക അടച്ച് വെച്ചിട്ട്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളക്കുമ്പോൾ മാത്രമേ അരി ചേർക്കാൻ പാടുള്ളൂ. ഈ നേരം നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടുക. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി ഗീ ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വാട്ടർ ലെവലും റൈസും ഓൾമോസ്റ്റ് സെയിം ലെവലാവുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു വെള്ളമഴമൊക്കെ ഉണ്ടാവും. നമുക്കത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ആമ്പൂർ ബിരിയാണി റെഡിയാവും. നമുക്ക് നമ്മുടെ ബിരിയാണി പിക്കിൾ റൈത്ത എല്ലിൻ്റെ കൂടെ സെർവ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്